A planet. A planet moves around the sun at a point P, and it is the closest to the sun at a distance r1 and has a speed v1. At another point Q, what is the farthest from the sun? It is farthest from the sun at a distance r2. What is the speed? അതായത് ഒരു പ്ലാനറ്റ് മൂവ് ചെയ്യുന്നുണ്ട് സണ്ണിന് ചുറ്റും. അത് പി എന്ന് പറഞ്ഞ പോയിന്റിൽ അതിൻ്റെ ഡിസ്റ്റൻസ് സൺ എന്നുള്ളത് r1 ആണ്, v1 വെലോസിറ്റിയാണ്. അനദർ പോയിന്റ് ക്യൂ എന്ന് പറയുന്നത് സണ്ണിൽ നിന്ന് ഫാറസ്റ്റ് പോയിൻ്റാണ്. ആ പ്ലാനറ്റിൻ്റെ ആ പോയിന്റ് എന്ന് പറയുന്നത് ക്യൂ ആണ്. ആ സമയത്ത് ഡിസ്റ്റൻസ് r2 ആണ്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ r2 ഡിസ്റ്റൻസിൽ ഫാറസ്റ്റ് പോയിന്റിൽ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി അതിൻ്റെ സ്പീഡ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്കറിയാം. ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ആംഗുലർ മൊമെൻറ്റം കൺസർവ്ഡ് ആയിരിക്കും. പി എന്ന് പറഞ്ഞ പോയിന്റിലായാലും ക്യൂ എന്ന് പറഞ്ഞ പോയിന്റിലായാലും നിയറസ്റ്റ് പോയിന്റ് ആയാലും ഫാറസ്റ്റ് പോയിന്റ് ആയാലും അതിൻ്റെ ആംഗുലർ മൊമെൻറ്റം എപ്പോഴും കൺസർവ്ഡ് ആയിരിക്കും. അപ്പം നമുക്കറിയാം എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? mv/r. എം എന്ന് പറയുന്നത് നമ്മുടെ മാസ് പ്ലാനറ്റിൻ്റെ, വിയും വെലോസിറ്റി, ആറ് അതിൻ്റെ പൊസിഷൻ, റിലേറ്റീവ് പൊസിഷൻ. അപ്പം ഇവിടെയും എം ഉണ്ടായിരിക്കും, ഇവിടെയും എം ഉണ്ടായിരിക്കും. ഫസ്റ്റത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ r1 v1 ഈസ് ഈക്വൽ ടു r2 v2 ആയിരിക്കും. നമ്മളോട് എത്രയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? v2, അതായത് ക്യൂ പോയിന്റ് ഫാറസ്റ്റ് പോയിന്റിലത്തെ വെലോസിറ്റിയാണ് സ്പീഡാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ r1 v1 ഡിവൈഡഡ് ബൈ r2 അതായിരിക്കും. അതായത് ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ.